നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സമ്മാനിച്ച കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷിച്ച അതിവേഗ റെയിൽ ഇടനാഴിയും എയിംസും ഇല്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജുമില്ല. അപൂർവ ധാതു ഇടനാഴി മാത്രം. തിരുവത്ര EMS നഗർ പടിഞ്ഞാറെ താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻ കടപ്പുറം മരക്കാരകത്ത് 52 വയസ്സുള്ള ഹമീദിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 30-ൽ പരം ഗജവീരന്മാർ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വെടിക്കെട്ട് ആവേശത്തിൽ പൂരപ്രേമികൾ. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സമ്മാനിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ എയിംസ്, അതിവേഗ റെയിൽപാത എന്നിവയിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അപൂർവ ധാതുക്കൾക്കായി പ്രഖ്യാപിക്കപ്പെട്ട കോറിഡോറിൽ ഉൾപ്പെടുത്തിയെന്നതാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. കേരളം, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന അപൂർവ ധാതുക്കളുടെ കോറിഡോറാണ് പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകത്തിലും പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സുസ്ഥിര സാമ്പത്തിക വളർച്ച, ജനങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുക, ഇന്ത്യയുടെ വളർച്ചയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നീ 3 കർത്തവ്യങ്ങൾക്കാണ് ഊന്നലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. ആഗോള ബയോഫാർമ ഉൽപാദന ഹബ്ബാക്കി രാജ്യത്തെ മാറ്റും. സെമി കണ്ടക്ടർ മിഷന് 40,000 കോടി രൂപ, ചെറുകിട വ്യവസായത്തിന് 10,000 കോടി, ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് 5 പദ്ധതികൾ, ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾക്ക് 2,000 കോടി എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ. ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള കായിക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ചരക്ക് നീക്കത്തിന് പുതിയ ഇടനാഴികൾ, 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ പ്രാവർത്തികമാക്കുക, എല്ലാ ജില്ലകളിലും നിർബന്ധമായും വനിതാ ഹോസ്റ്റൽ, 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായി. അർബുദ, പ്രമേഹ മരുന്നുകളുടെ വില കുറയും എന്നതാണ് ജനക്ഷേമപരമായ ഒരു നടപടി. ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണനയുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപിക്കും. 10,000 ഗൈഡുകളെ 20 ഐക്കോണിക് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിയമിക്കും. ഇവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുമായി ചേർന്ന് പരിശീലനം നൽകും. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ ട്രക്കിംഗ്, ഹൈക്കിംഗ് മേഖല എന്നിങ്ങനെയാണ് ടൂറിസം മേഖലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള മേഖലകളെ പരിഗണിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻ കടപ്പുറം മരക്കാരകത്ത് 52 വയസ്സുള്ള ഹമീദിനെയാണ് മുഖം മൂടി ധരിച്ച സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തനിച്ച് താമസിക്കുന്ന ഹമീദ് അയൽവാസിയെ വിളിച്ചറിയിക്കുകയായിരുന്നു. കഴുത്തിലും കാലിലും ഗുരുതര പരിക്കേറ്റ ഇയാളെ ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭം. രാവിലെ ഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, അഭിഷേകത്തിനും ശേഷം വിശേഷാൽ പൂജകളും പറവെപ്പും ഉണ്ടായി. ഉച്ചയ്ക്ക് 1-ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റി. തുടർന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വരവുകൾ ക്ഷേത്രത്തിലേക്കെത്തി. വൈകിട്ട് പേരുകേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 16 ദേശകമ്മിറ്റികളിൽ നിന്നായി 30-ൽ പരം ഗജവീരന്മാർ അണിനിരന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണിത്വത്തിൽ 70ഓളം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് തെയ്യം, കരിങ്കാളി തുടങ്ങി നാടൻ കലാരൂപങ്ങളുടെ വരവും ഉണ്ടായി. ശേഷം ദീപാരാധന, കാഴ്ചശീവേലിയും ഉണ്ടായി. പൂരത്തിന്റെ പ്രധാന ആകർഷണമായ വെടിക്കെട്ടും വർണ്ണാഭമായി. 8 വർഷത്തിന് ശേഷമാണ് വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ വീണ്ടും വെടിക്കെട്ട് നടന്നത്. പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു.
എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എ.സി. മൊയ്തീൻ എം.എൽ.എ. സന്ദർശിച്ചു. 2023-24 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5.6 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. കോഴിക്കോട് ആസ്ഥാനമായുള്ള സെൽമെക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2025 ഒക്ടോബർ 27-നാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1989 നിർമ്മിച്ച വീതി കുറഞ്ഞ പഴയ പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അത് പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. പുതിയ പാലത്തിന് 12 മീറ്റർ നീളത്തിൽ 3 സ്പാനുകളോടുകൂടി ആകെ 36 മീറ്റർ നീളവും പാലത്തിന്റെ ഒരു വശത്ത് 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതയും 7.5 മീറ്റർ കാരേജ് വേയും ഉണ്ടാകും. മഴക്കാലത്ത് സ്ഥിരമായി ജലനിരപ്പ് ഉയരുന്ന സ്ഥലമായതിനാൽ സബ്മേഴ്സിബിൾ പാലമായാണ് നിർമ്മാണം നടത്തുന്നത്. RCC പൈൽ ഫൗണ്ടേഷനും RCC ബീമാൻ സ്ലാബുമാണ് പുതിയ പാലത്തിലുണ്ടാവുക. ആകെയുള്ള 14 പൈലുകളിൽ 13 പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ പിയറിലെ 3 പൈലുകൾ കൂടി പൂർത്തിയായാൽ പൈലുകളുടെ നിർമ്മാണം കഴിയും. മഴക്കാലത്തിന് മുമ്പായി താഴെത്തട്ടിലെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ശ്രമം. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് 6 വർഷം കഠിന തടവ്. 12-കാരനെ ഫോണിൽ അശ്ലീല വീഡിയോ കാണിച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് 52 വയസ്സുള്ള ഒരുമനയൂർ മങ്ങാടി വീട്ടിൽ സജീവനെ ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ SCPO ഷൌജത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI അനിൽകുമാർ PS FIR രജിസ്റ്റർ ചെയ്തു. SI സെസിൽ ക്രിസ്ത്യൻ രാജ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 12 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 18 രേഖകൾ ഹാജരാക്കി. കുട്ടിയുടെ ഇളയ സഹോദരനെയും കൂട്ടുകാരനെയും ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയതിന് 130 വർഷവും 110 വർഷവും 2 കേസുകളിലായി ഇതേ കോടതിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവതയ്ക്ക് നൽകാനും ഉത്തരവായി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും CPOയുമായ A. പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. തൃശൂരിലെ ആദ്യ കോസ്റ്റൽ മാരത്തോൺ ചാവക്കാട് ബീച്ചിൽ നടന്നു. ചാവക്കാട് സൈക്കിൾ ക്ലബ്ബും ഇസാഫ് ഫൗണ്ടേഷനും ഇസാഫ് ബാങ്കും സംയുക്തമായാണ് കോസ്റ്റൽ മാരത്തോൺ സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 650-ൽ പരം കായിക താരങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ റൺ, 5 കിലോമീറ്റർ റൺ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു. ഇതോടൊപ്പം സ്കൂൾ കുട്ടികൾക്കായി പ്രത്യേക കാറ്റഗറിയും ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചാവക്കാട് സൈക്കിൾ ക്ലബ്ബ് രക്ഷാധികാരി ഡോക്ടർ സൗജാദ്, ഇസാഫ് MD ആൻഡ് CEO പോൾ തോമസ്, ഇസാഫ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മറീന പോൾ, ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ ചേർന്ന് കോസ്റ്റൽ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. മാരത്തോൺ രക്ഷാധികാരി ഡോക്ടർ സൗജാദ്, കൺവീനർ മുനീർ, ഇസാഫ് കോർഡിനേറ്റർ ജോർജ്, പോൾ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 70+ കാറ്റഗറിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാരത്തോണുകളിൽ പങ്കെടുത്ത പോൾ, ഭിന്നശേഷിക്കാരനായ വിനോദ് എന്നിവരെയും പരിപാടിയുടെ സ്പോൺസർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ചുണ്ടൽ സാൻതോം ചർച്ച് ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യക മാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നിരുന്നു. ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചരിപ്പും വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പുമുണ്ടായി. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികനായി. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനായി.
ഉച്ചതിരിഞ്ഞ് 4:30 ഇടവക അംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. വർണ്ണക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുമായി പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. വൈകിട്ട് വിസ്മയക്കാഴ്ചയൊരുക്കി വർണ്ണമഴയും അരങ്ങേറി. ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ് തുടങ്ങിയവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകി. അഞ്ഞൂർ ഇമ്മാനുവൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം കൂദാശ ചെയ്തു. ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂദാശയോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക സെക്രട്ടറി ജോഷി ജോസ്, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവകയ്ക്ക് വേണ്ടി സംഭാവനയായി സൺഡേ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകിയ വിൽസൺ ഇട്ടൂപ്പ് കുണ്ടുകുളങ്ങരയെ ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമു മണ്ടുബാൽ, ജൂബി ജോർജ് എന്നിവർ ഉൾപ്പെടുന്ന സൺഡേ സ്കൂൾ നിർമ്മാണ കമ്മിറ്റി നേതൃത്വം നൽകി. പ്രശസ്ത പ്രസാധകരായ പേപ്പർ പബ്ലിക്ക സംഘടിപ്പിച്ച 8ാമത് കാക്കനാടൻ സാഹിത്യോത്സവത്തോടനുബന്ധിച്ചുള്ള നോവൽ മത്സരത്തിൽ ജൂറി അവാർഡിന് അർഹമായ പിള്ളക്കാട് സ്വദേശി ഷംസ് വീട്ടിൽ എഴുതിയ 3ാമത്തെ പുസ്തകം ഉസ്കൂദിന്റെ പ്രകാശനം നടന്നു. ആത്മവിലാസം, ഗന്ധകഭൂമി എന്നീ പുസ്തകങ്ങൾക്ക് ശേഷമാണ് പ്രവാസി എഴുത്തുകാരനായ ഷംസ് ഉസ്കൂദ് എന്ന നോവൽ എഴുതി വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജന്റെ സാന്നിധ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ KV മോഹൻകുമാർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി നടനും നോവലിസ്റ്റുമായ അസീം പള്ളിവിളയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് കാക്കനാടൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം KV മോഹൻകുമാറിൽ നിന്നും ഷംസ് വീട്ടിൽ ഏറ്റുവാങ്ങി. ഗുരുവായൂരിനടുത്ത് പിള്ളക്കാട് സ്വദേശിയും പ്രവാസി എഴുത്തുകാരനുമാണ് ഷംസ് വീട്ടിൽ. പ്രവാസ ജീവിതത്തെ പ്രമേയമാക്കി രചിക്കപ്പെട്ടിരിക്കുന്ന ഈ നോവലിന്റെ കവർ ചിത്രം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ജാഫർ പിള്ളക്കാടാണ്. പ്രശസ്ത കഥാകൃത്ത് വിനു എബ്രഹാം, സാഹിത്യ നിരൂപകൻ CE സുനിൽ, കാക്കനാടന്റെ മകൾ രാധാ കാക്കനാടൻ തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്താബ് എന്ന കൗമാരക്കാരനായ നായകൻ തനിക്ക് അഭികാമ്യമല്ലാത്ത കഥാപരിസരത്തിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ആകുലതകളും സന്തോഷങ്ങളുമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ചിരപരിചിതമെന്ന് തോന്നിയതാണെങ്കിലും ആ കാഴ്ചകളിലേക്കും കഥയില്ലായ്മയിലേക്കും മിഴിതുറക്കുന്ന കഥാപാത്രം അക്കാലത്തെ നീതിയോടും ദുരവസ്ഥകളോടുമുള്ള സമരപ്പെടലാണ് തന്റെ ജീവിതമെന്ന് തിരിച്ചറിയുന്ന ഇസ്താബ് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഹംപി ഉൾക്കൊള്ളുന്ന വിജയനഗര സാമ്രാജ്യം പശ്ചാത്തലമാക്കിയാണ് നോവൽ രചിച്ചിരിക്കുന്നത്. താമരയൂർ ശ്രീ താഴശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യം, വാകച്ചാർത്ത്, ഗണപതി ഹോമം തുടങ്ങി വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി ഉല്ലാസ് മോഹൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, പഞ്ചവാദ്യം എന്നിവയുണ്ടായി. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചെണ്ടമേളത്തിന് ശേഷം കനലാട്ടം, വിവിധ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി. ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ എന്നിവയും ഉണ്ടായി. വൈകിട്ട് ചെണ്ടമേളത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പിന് ശേഷം വടക്കും വാതിലിക്കൽ ഗുരുതി തർപ്പണം നടന്നു. പറവെപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ചെറുവനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. അന്നദാനവും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് കരസ്ഥമാക്കിയ വാസുണ്ണി ഗുരുസ്വാമിയെ ക്ഷേത്രം ഭാരവാഹികളുടെയും പൂരാഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ മേലേപ്പുരയ്ക്കൽ, ഗജാഞ്ചി അനിൽ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷത്തിന്റെ ഭാഗമായി തിപ്പല്ലൂർ ദേശകമ്മിറ്റി ഒരുക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. വിജയികൾക്ക് പഞ്ചായത്ത് മെമ്പർ K. ഗോവിന്ദൻകുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് AV ജയൻ, സെക്രട്ടറി KK നിഷൻ, ട്രഷറർ മനോജ് മുള്ളത്ത്, രക്ഷാധികാരി സുനിൽ നായർ, സതീഷ്, വിജി തുടങ്ങിയവർ നേതൃത്വം നൽകി.
പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ്, മറ്റ് വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. കൂദാശയ്ക്ക് ശേഷം പൊതുസദ്യയും ഉണ്ടായിരുന്നു. പഴഞ്ഞി കത്തീഡ്രൽ കൈസ്ഥാനി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, കുരിശുപള്ളി നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ CI ജോൺ, പ്രസിഡന്റ് ജാക്സൺ ജോബ, സെക്രട്ടറി ജിജു KS തുടങ്ങിയവർ നേതൃത്വം നൽകി. CI ജോൺ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കുരിശുപള്ളി പണിതത്. യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF ജനപ്രതിനിധികൾക്ക് അനുമോദനം നൽകി. മുൻ MP TN പ്രതാപൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ മുഖ്യാതിഥിയായി. മിസ്റ്റർ തൃശൂർ, സായി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത അസർ അലി എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ, DCC അംഗം ഹമീദ് ഹാജി, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജാനകി ടീച്ചർ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി VP അലി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് വട്ടേക്കാട് ഷൈഖ് ബർദാൻ തങ്ങളുടെ ജാറത്തിലെ ചന്ദനക്കുടം നേർച്ച ഭക്തിസാന്ദ്രമായി. 2 ദിവസങ്ങളിലായി ആഘോഷിച്ച ചന്ദനക്കുടം നേർച്ചയ്ക്ക് ഒരുമനയൂർ സുധീറിന്റെ വീട്ടിൽ നിന്നെത്തിയ ആദ്യ കാഴ്ചയോടെയാണ് തുടക്കം കുറിച്ചത്. പ്രധാന ദിവസമായ ഞായറാഴ്ച രാവിലെ 10-ന് പ്രധാന കാഴ്ചയായ കുടിക്കയറ്റ കാഴ്ചയുണ്ടായി. മഹല്ല് പ്രസിഡന്റ് RK ജമാലുദ്ദീൻ കൊടിയേറ്റി. ആന, മുട്ടുംവിളി, അറബനമുട്ട്, കോൽക്കളി എന്നിവയും അകമ്പടിയായി. 2 ദിവസങ്ങളിലായി വിവിധ ക്ലബ്ബുകൾ, സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ 20ഓളം കാഴ്ചകൾ ജാറത്തിലെത്തി. തിങ്കളാഴ്ച പുലർച്ചെ 3-ന് നേർച്ച സമാപിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള സ്ഥിരം കലവറയുടെ ശിലാസ്ഥാപനം നടന്നു. പടിഞ്ഞാറേ നടയിൽ നടന്ന ചടങ്ങിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ VK വിജയൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ബംഗളൂരു വ്യവസായി പ്രകാശ് വെങ്കടേഷ് ട്രസ്റ്റിയായ SA ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനമാണ് വഴിപാടായി കലവറ നിർമ്മിച്ചു നൽകുന്നത്. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മിതിയാണ്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ PhD നേടി മെറിൻ പുലിക്കോട്ടിൽ. കുന്നംകുളം പുലിക്കോട്ടിൽ അനിൽ സുനിത ദമ്പതികളുടെ മകളും പഴഞ്ഞി കൊള്ളന്നൂർ പ്രജീഷ് തമ്പിയുടെ ഭാര്യയുമാണ് മെറിൻ. ചാവക്കാട് മണ്ഡലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്നലാംകുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ വിസ്ഡം ഡേ സംഘടിപ്പിച്ചു. മന്നലാംകുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ പരിപാടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ശാഖാ വൈസ് പ്രസിഡന്റ് V ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. മദ്രസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അൽ ഹിക്മ മദ്രസ പ്രധാന അധ്യാപിക ഷാഹിദ യോഗത്തിൽ അവതരിപ്പിച്ചു. ശാഖാ സെക്രട്ടറി PP ഫൈസൽ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് KM ബാദുഷ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വേദപണ്ഡിതന്മാർ നയിച്ച ലക്ഷാർച്ചന, വൈകിട്ട് 5 മണിക്ക് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടായി. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ക്രമാർച്ചന, രുദ്രാഭിഷേകവും നടന്നു. ക്ഷേത്രത്തിലേക്ക് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വിവിധ കലാരൂപങ്ങളും പാൽക്കാവടികളും എത്തി. ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. തൊഴിയൂർ CMUP സ്കൂളിൽ പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ അഷ്ഫാഖ് അധ്യക്ഷനായി. സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, PTA പ്രസിഡന്റ് TB രമേശ്, MPTA പ്രസിഡന്റ് ആശ ഷിബു, വൈസ് പ്രസിഡന്റ് ഷബീഷ്, പ്രധാന അധ്യാപിക വിജി വില്യംസ് തുടങ്ങിയവർ പങ്കെടുത്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ CJ ജാസ്മിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളുണ്ടായി. അധ്യാപകരായ MK റീന, ജിൻസി, ശോഭ എന്നിവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സ്നേഹസംഗമം നടത്തി. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. CHSE സൂപ്രണ്ട് ഡോക്ടർ MS ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃത്താല മുൻ MLA VT ബൽറാം, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, സൗമ്യ ഹരീഷ്, പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ CG ബാബു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ, കുടുംബശ്രീ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി. സ്നേഹസംഗമത്തോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ സദ്യയും പാലിയേറ്റീവ് രോഗികൾക്ക് സ്നേഹോപഹാരവും സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരുന്നു. കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, പാലഭിഷേകം എന്നിവയുണ്ടായി. ക്ഷേത്രം മേൽശാന്തി KK മനോജ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, ദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ചരമം. വെസ്റ്റ് മങ്ങാട് പരേതനായ കൂത്തൂർ മാത്യു ഭാര്യ മേരി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഗീവർ, ഗിവിൻ, ഗിവീഷ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സമ്മാനിച്ച് കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷിച്ച അതിവേഗ റെയിൽ ഇടനാഴിയും എയിംസും ഇല്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജുമില്ല. അപൂർവ ധാതു ഇടനാഴി മാത്രം. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻ കടപ്പുറം മരക്കാർകത്ത് 52 വയസ്സുള്ള ഹമീദിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 30-ൽ പരം ഗജവീരന്മാർ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വെടിക്കെട്ട് ആവേശത്തിൽ പൂരപ്രേമികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.